JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 2.10 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഈ തസ്തികയിൽ പരീക്ഷ വിജയിക്കണമെങ്കിൽ, പ്രാഥമിക പരീക്ഷ പോലും വിജയിക്കണമെങ്കിൽ വളരെയധികം കഷ്ടപ്പാട് ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പല ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ടുള്ള സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണ് പഠിത്തത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പഠനം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാഥമിക പരീക്ഷ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വളരെ കുറവ് വരും. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം മെയ് 10 പരീക്ഷ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ പഠിച്ച് ഉയർന്ന ലെവലിലേക്ക് എത്തേണ്ടത് ആവശ്യമാണ്. പുതിയ വിജ്ഞാപനം, അതായത് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പുതിയ വിജ്ഞാപനം കഴിഞ്ഞ ഡിസംബറിലാണ് PSC പ്രസിദ്ധീകരിച്ചത്. 2ാം ക്ലാസ് മാർക്കുള്ള സാധാരണ ബിരുദം യോഗ്യതയായതിനാൽ 2.5 ലക്ഷത്തോളം പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചത്. പ്രാഥമിക പരീക്ഷ മെയ് 10 നടത്തുകയാണ്. 2,10,481 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇത്തവണ പ്രാഥമിക പരീക്ഷയ്ക്ക് മുഖ്യ പരീക്ഷയ്ക്കുള്ള വിഷയങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ വളരെയധികം കഷ്ടപ്പെട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് മെൻസ്ട്രേഷൻ എന്നിവയ്ക്ക് പുറമെ എലിമെന്ററി ബുക്ക് കീപ്പിംഗും പ്രാഥമിക പരീക്ഷയ്ക്ക് വിഷയമാണ്. ഇതുകൂടി പഠിച്ചാലേ പ്രാഥമിക പരീക്ഷ വിജയിക്കാനാവുള്ളൂ. എന്നാൽ അപേക്ഷകരിൽ ഭൂരിഭാഗവും ബിരുദ തലത്തിലുള്ള മറ്റോ ആയതിനാൽ ബുക്ക് കീപ്പിംഗ് പഠിക്കാത്തവരാണെന്നാണ് സൂചന നൽകുന്നത്. പ്രാഥമിക പരീക്ഷയ്ക്ക് വിജയിക്കാൻ കുറഞ്ഞ മാർക്ക് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ അത് വിജയിച്ച് മുഖ്യ പരീക്ഷയ്ക്ക് എത്തുമ്പോൾ ഓരോ പേപ്പറിനും മാർക്ക് നിബന്ധനയുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. ആദ്യ പേപ്പറായ ജനറൽ നോളജ്, പ്രസീസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, 2ാം പേപ്പറായ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിനും 40% മാർക്ക് ജയിക്കാൻ വേണം. ഓരോ പേപ്പറിനുമുള്ള 150 മാർക്കിൽ കുറഞ്ഞത് 60 മാർക്കെങ്കിലും വീതമെങ്കിലും നേടിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 3ാം പേപ്പറായ അരിത്തമെറ്റിക് ആൻഡ് മെൻസ്ട്രേഷൻ വിജയിക്കാൻ 50% മാർക്ക് നിർബന്ധമാണ്. അതായത് ആകെയുള്ള 200 മാർക്കിൽ 100 മാർക്കെങ്കിലും നേടണമെന്ന് സാരം. അങ്ങനെ 3 പേപ്പറിനുമായി ആകെയുള്ള 500 മാർക്കിൽ 220 മാർക്കെങ്കിലും നേടിയാൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാൻ ആകൂ. SC/ST വിഭാഗക്കാർക്ക് വിജയിക്കാനുള്ള മാർക്കിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടിന്റെ നിയമചട്ടത്തിൽ തന്നെ പരീക്ഷയ്ക്കുള്ള വിഷയങ്ങളും മാർക്ക് നിബന്ധനകളും നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിൽ മാറ്റം വരുത്താൻ PSCക്ക് ആവുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗാർത്ഥികൾ പരീക്ഷയുടെ പാഠ്യപദ്ധതി കൃത്യമായി മനസ്സിലാക്കാതെ അപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ എഴുതുന്ന വലിയ പരീക്ഷയായി ഇത് നടത്തേണ്ടി വരുന്നത്. കാരണം പല ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ മാർക്ക് നിബന്ധനകളെ കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അറിയാൻ വയ്യാത്തവരാണ്. പ്രാഥമിക പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്കിനെ സംബന്ധിച്ചുള്ള ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ല എങ്കിലും മെയിൻ പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ട് ആകാനുള്ള യോഗ്യത സാധാരണ ബിരുദമാണെങ്കിലും PSCയുടെ പരീക്ഷ പ്രത്യേക വിഷയങ്ങളിലാണ്. മുഖ്യ പരീക്ഷ വിജയിക്കാൻ ഓരോ പേപ്പറിനും മാർക്ക് നിബന്ധന ഈ വ്യവസ്ഥകൾ ഉള്ളതിനാൽ അപേക്ഷകരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പരീക്ഷ ജയിക്കാനാകുകയുള്ളൂ. അതാകട്ടെ ഒഴിവുകൾ നികത്താനുള്ള അത്രയും ആകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തസ്തികയുടെ കഴിഞ്ഞ റാങ്ക് പട്ടികയിലും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ കിട്ടാതെ വന്നിരുന്നു. കാരണം എന്താണ്? ഈ പരീക്ഷയുടെ സിലബസിനെ കുറിച്ചോ അതിന്റെ മെയിൻ പരീക്ഷയുടെ സിലബസിന്റെ മാർക്ക് എത്ര ശതമാനം വേണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെയാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ പ്രാഥമിക പരീക്ഷയ്ക്കുള്ള
സിലബസിൽ അതുകൊണ്ട് തന്നെ മെയിൻ പരീക്ഷയ്ക്കുള്ള സിലബസിലുള്ള കാര്യങ്ങൾ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ക്ലാസ്സുകളെല്ലാം തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലിമെന്ററി ബുക്ക് കീപ്പിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ 30 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ആ എലിമെന്ററി ബുക്ക് കീപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല, അതാരും പഠിച്ചിട്ടുമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു അവസ്ഥ. പല ഉദ്യോഗാർത്ഥികളും ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പല ഉദ്യോഗാർത്ഥികളും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ് പലരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ഇനി പ്രാഥമിക പരീക്ഷയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ വാങ്ങി നിങ്ങൾ പഠിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാഥമിക പരീക്ഷയ്ക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കുള്ളത്. അതുകൊണ്ട് എലിമെന്ററി ബുക്ക് കീപ്പിംഗിന്റെയും ജനറൽ നോളജിന്റെയും അരിത്തമെറ്റിക് മെൻഷനേഷന്റെ ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് തന്നെ റാങ്ക് ഫയൽ വാങ്ങാത്ത ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ റാങ്ക് ഫയൽ വാങ്ങുക. കൂടുതൽ മാർക്ക് വാങ്ങി മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ റാങ്ക് ഫയൽ മേടിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് രൂപത്തിലായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും റാങ്ക് ഫയൽ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി അതുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.